46 സങ്കീർത്തനം 11 വാക്യം. 46 സങ്കീർത്തനം 11 വാക്യം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതെ, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഇന്ന് ഈ വൈകിയ സമയത്ത് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതോ ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെന്നുള്ളതോ നമ്മെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും സൈന്യങ്ങളുടെ യഹോവ എന്നോട് കൂടെയുണ്ടെന്ന്? ചങ്കിന് കൈവച്ച് പറയാൻ കഴിയുമോ ദൈവം എന്നോട് കൂടെയുണ്ട്? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആര് കൂടിയില്ലെങ്കിലും പ്രശ്നമില്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആര് കൂടിയില്ലെങ്കിലും പ്രശ്നമില്ല. എനിക്കൊരു അമ്മച്ചി ഒരു മാസയോഗത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ഹാളിൻ്റെ പണി ആരംഭിക്കാൻ പോവാം. അപ്പുറത്തെ സഭയിൽ ഇപ്പുറത്തെ സഭയിൽ ഇഷ്ടംപോലെ പേർഷ്യക്കാരും അമേരിക്കക്കാരും ഉണ്ട്. ഞങ്ങൾക്ക് കർത്താവല്ലാതെ ആരുമില്ലെന്ന്. ഞങ്ങൾക്ക് കർത്താവല്ലാതെ ആരുമില്ലെന്ന്. ഒരു മോശക്കാരനെ കൈ കിട്ടിയ പോലെ ഇവിടെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 10,000 അമേരിക്കക്കാരേക്കാൾ ശ്രേഷ്ഠമല്ലേ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്തൊരു വാക്യമുണ്ട് വിശുദ്ധ ബൈബിളിൽ. ആദ്യ ഭാഗം ഞാൻ പറയാം, രണ്ടാം ഭാഗം നിങ്ങൾ പറയണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ശക്തിയോട് പറ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഈ ലോകം മുഴുവൻ നിനക്ക് അനുകൂലവും ദൈവം നിനക്ക് പ്രതികൂലവുമാകുന്നതിനേക്കാൾ ഈ ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിനക്കായിരിക്കും. ദൈവത്തെ കൂടാതെയുള്ള ഭൂരിപക്ഷത്തേക്കാൾ ദൈവത്തോടൊപ്പമുള്ള ന്യൂനപക്ഷമാണ് വലുത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ്, എനിക്ക് വിരോധമായി പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടില്ല, കാരണം നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിനക്കായിരിക്കും. വിശുദ്ധ ബൈബിളിൽ കൂടെ സങ്കീർത്തനത്തിൽ പറയുന്നൊരു പദമാണ് യാക്കോബിൻ്റെ ദൈവം. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തട്ടെ, യാക്കോബിൻ്റെ ദൈവം സഹായമായി, യാക്കോബിൻ്റെ ദൈവം നിനക്ക് ഉത്തരം പറയട്ടെ. യാക്കോബിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവമെന്ന് കൂടെ പറയാറുണ്ട്. ഒരു ഇസ്രായേലിന് ആരാധനയ്ക്കായി വരുമ്പോൾ വിശ്വാസവീരനായ അബ്രഹാമിൻ്റെ പേര് പറഞ്ഞോ, വിശുദ്ധി തികഞ്ഞവനായ യോസഫിൻ്റെ പേര് പറഞ്ഞോ, അനുസരണം തികഞ്ഞവനായ ഇസഹാക്കിൻ്റെ പേര് പറഞ്ഞോ, വരുന്നതിനേക്കാൾ കൂടുതൽ കളിപ്പീരുകാരനായ ഉപായിയായ ചതിയനായ യാക്കോബിൻ്റെ പേര് പറഞ്ഞാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, കർത്താവേ നിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എനിക്ക് അബ്രഹാമിൻ്റെ വിശ്വാസം പറയാനില്ല, എനിക്ക് യോസഫിൻ്റെ വിശുദ്ധി പറയാനില്ല, ഹല്ലേലൂയ, എനിക്ക് ഇസഹാക്കിൻ്റെ അനുസരണം പറയാനില്ല. അയോഗ്യനായ കളിപ്പീരുകാരനായ ഉപായിയായ ചതിയനായ, ഹല്ലേലൂയ, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ എന്നെയും കൈവിടല്ലേ. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന ദൈവമക്കളെ, നമുക്ക് നമ്മുടെ യോഗ്യത പറഞ്ഞുകൊണ്ട് വരാൻ ഒരു യോഗ്യതയുമില്ല. നമ്മുടെ യോഗ്യതകൾ കണക്കിടാതെ, അയോഗ്യതകൾ കണക്കിടാതെ കർത്താവ് നമ്മെ നടത്തിയത് കൊണ്ട് ഇവിടെ വന്നെന്ന് വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ വാ തുറന്ന് കൈകളടിച്ച് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രശംസിപ്പാനൊന്നുമില്ല, പുകഴുവാനൊന്നുമില്ല, നാം ആകുന്ന കൃപയാ. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് വന്ന് നിന്റെ വിശുദ്ധം വന്നേരം നിങ്ങളുടെ ഭക്തിയോട് ആരാധിക്കും. കൃപയുടെ ബഹുത്വം, ഇവിടെ ഇരിക്കുന്നതിൻ്റെ പേരാ കൃപയുടെ ബഹുത്വം. കൃപയുടെ ബഹുത്വത്താലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. 46 സങ്കീർത്തനം ആരെഴുതി എവിടെ വെച്ചെഴുന്ന് പറയാൻ നേരമില്ല. ഞാൻ നേരെ ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. എന്താണ് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? അനവധി പ്രത്യേകതകൾ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെതായി വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ 43:1, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ നമ്മുടെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, യാക്കോബിൻ്റെ ദൈവത്തെ അവൻ നിർമ്മിച്ചവനല്ല, അവനെ നിർമ്മിച്ചവനാണ്. നമ്മുടെ ദൈവം നാം നിർമ്മിച്ചവനല്ല, നമ്മെ നിർമ്മിച്ചവനാണ്. നമ്മുടെ ദൈവം നാം സൂക്ഷിക്കുന്നവനല്ല, നമ്മെ സൂക്ഷിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നാം എടുത്തുകൊണ്ട് നടക്കുന്നവനല്ല, നമ്മെ എടുത്തുകൊണ്ട് നടക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മുടെ ദാനം കൊണ്ട് ജീവിക്കുന്നവനല്ല, നമുക്ക് ദാനമായി സകലം തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നാം വില കൊടുത്തി വാങ്ങിയവനല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയവനാണ്. നമ്മുടെ ദൈവം നമ്മുടെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തദാഹിയല്ല, അവൻ രക്തം നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങിയവനാണ്. നമ്മുടെ
ദൈവം. ഹല്ലേലൂയ. ഈ വത്സരൂപിയല്ല, അവൻ സുന്ദര സ്വരൂപിയത്രേ. എത്ര പേർക്ക് ആരാധിപ്പാൻ കഴിയും? ഓ ഷമ റഖുനിയ. രാത്രി യേശുവിൻ നാമത്തിൽ പറയൂ, ഞാൻ വില കൊടുത്ത് വാങ്ങിയവനല്ല, എന്നെ വിലയ്ക്ക് വാങ്ങി ദൈവം. ഞാൻ സൂക്ഷിക്കുന്നവനല്ല, എന്നെ സൂക്ഷിക്കുന്ന ദൈവം. ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നവനല്ല, എന്നെ എടുക്കുന്ന ദൈവം. എന്നെ ചുമക്കുന്ന ദൈവം. നിശ്ചയപ്രവചനം 46 അധ്യായം 1 വാക്യം. നിശ്ചയപ്രവചനം 46:1. ബേൽ വണങ്ങുന്നു. വായിച്ചു. നെബോ കുനിയുന്നു. അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു. അവ കുനിയുന്നു, ഒരുപോലെ വണങ്ങുന്നു. ഭാരം ഒഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. അടുത്തത്, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. അപ്പൊ എവിടെ മുതലാ ദൈവം ചുമക്കാൻ തുടങ്ങിയേ? ബാല്യം മുതൽ, ഗർഭം മുതൽ. കേരളത്തിൽ നിന്ന് വന്ന് നമുക്കറിയാം, അനേക ദൈവങ്ങളെ മൃഗങ്ങളുടെ പുറത്ത് കയറ്റിയിരിക്കുന്നു. അവരെ ചുമന്നുകൊണ്ട് നടക്കുക, അവർ ചുമക്കുക, അവർക്കത് ഭാരമാകുക. പക്ഷെ നിന്റെ ദൈവം നീ ചുമക്കുന്നവനല്ല, നിന്നെ ചുമക്കുന്നവനാ. എവിടെ മുതലാ ചുമക്കാൻ തുടങ്ങിയത്? ഗർഭം മുതൽ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് അവൻ്റെ കരം നിന്നെ താങ്ങി. ഉണ്ടുകൊടുത്തു ഉറങ്ങിയും ഇവിടെ പാർക്കുമ്പോൾ അവൻ്റെ കരം നിന്നെ താങ്ങുന്നു. ഉലകം വിട്ടുയരത്തിൽ കടന്നാൽ അവിടെയും നിന്റെ ദൈവത്തിൻ്റെ കരം നിന്നെ താങ്ങും. ഈ യിരെമ്യാവിനോട് പറഞ്ഞു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും എപ്പോൾ ഞാൻ നിന്നെ കണ്ടെന്ന്. യെശയ്യാവിനോട് പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ ഉരുവാകും മുമ്പ് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. ഞാൻ എപ്പോഴും പറയും, കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയതേ പെന്തക്കോസി വന്നിട്ടല്ല, വിശ്വാസത്തിൽ വന്ന ശേഷമല്ല. നീ വിശ്വാസത്തിൽ വരുമെന്നറിയ ദൈവം ഫോർനോളജിൽ മുമ്പേ നിന്നെ കണ്ടു, യുഗങ്ങൾക്ക് മുമ്പ് കണ്ടു, ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു. ഹലോ ലൂയ. ഈ ഈ ഈ നയമാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ദൈവം നയമാൻ മുഖാന്തരം ആരാമ്യർക്ക് ജയം നൽകി. ആരാ ജയം നൽകിയ? ദൈവം. ആർക്കാ ജയം നൽകിയേ? ആരാമ്യർക്ക്. തോൽപ്പിച്ച ആരാ? ഇസ്രായേലിനെ. നയമാൻ ആരാ? ദൈവത്തെ അറിയാത്തവൻ. കോരേശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കോരേശൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ദൈവം തമ്പുരാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ നീ ദൈവകൃപ വന്ന ശേഷമല്ല, നീ എവിടെ എത്തുമെന്നറിഞ്ഞ ദൈവം അവിടെ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, കൈയടിച്ചേ, എന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എല്ലാവരും കൈയടിച്ചേ. യാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റും. അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് കൃപ വന്നിട്ടല്ല, നീ എവിടെ എത്തുമെന്ന് അറിയാവുന്ന ദൈവം അവിടെ നിന്നെ സ്നേഹിച്ചു. നീ തീരേണ്ട പല സ്ഥലത്തു നിന്നും ദൈവത്തിൻ്റെ കരം നിന്നെ പൊക്കിയെടുത്തുകൊണ്ടിരുന്നു. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനമായൊരു പ്രത്യേകത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് എനിക്ക് പ്രേരണ നൽകിയത്. അതിതാണ്, യാക്കോബ് അവിശ്വസ്തനായാലും അവൻ്റെ ദൈവം വിശ്വസ്തനായി പാർക്കും. ദൈവമക്കളെ, നമ്മൾ അവിശ്വസ്തരായാലും നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കും. നമ്മുടെ വിശ്വസ്തതയുടെ കൂടുതലല്ല നമ്മളിതുവരെ നിന്നത്, ദൈവിക വിശ്വസ്തതയാണ്. അവൻ വാക്കുമാറാത്തവനാണ്. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം പെട്ടെന്ന് വായിക്കണം, 28-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 28:10. എന്നാൽ യാക്കോബ് ബർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും. അരക്കപ്പ് പായസം കൊടുത്ത് അച്ചാച്ചനെയും ആട്ടിറച്ചി കൊടുത്ത് അപ്പച്ചനെയും കളിപ്പീരുകാരനായ യാക്കോബ് അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് കൂടി. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ലൂസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആകപ്പാടെ അവനും അങ്ങ് ലൂസായി. നാം വായിക്കുന്നത്, സൂര്യൻ അസ്തമിച്ചു.
പ്രതീക്ഷകൾ അസ്ഥാനത്തായി. ഇരുളി വ്യാപിപ്പാൻ തുടങ്ങി. യാക്കോബിന് തോന്നി ഓടിയതും അധ്വാനിച്ചതും വൃഥാവായെന്ന്. വനസഞ്ചാരിയായ ജ്യേഷ്ഠൻ അവൻ്റെ പുറകാലയുണ്ട്. ഹിംസജന്തുക്കളുടെ ശബ്ദം അവൻ്റെ കാതിൽ മുഴങ്ങുവാൻ തുടങ്ങി. ഇരുള് മൂടുവാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. രാത്രി ദൈവസനിക്ക് ദൈവം ഇതിലെ ഇരുൾ മൂടുന്ന വേള, സൂര്യൻ അസ്തമിക്കുന്നിടം, പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകല വാതിലും അടയപ്പെടുന്നിടം, അവിടെ നീതി സൂര്യൻ നിനക്ക് വേണ്ടി പ്രവൃത്തി ആരംഭിക്കും. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. സൂര്യൻ അസ്തമിക്കുന്നിടം, പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകല വാതിലും അടയപ്പെടുന്നിടം, അവിടെ നീതി സൂര്യൻ നിനക്ക് വേണ്ടി പ്രവൃത്തി ആരംഭിക്കും. ഈ പ്രഭാഷണം ഇതിനകത്തിരിക്കുന്നവർ മാത്രമല്ല, ആയിരങ്ങൾ വീണ്ടും കേൾക്കേണ്ടതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ ദൈവം നിനക്കായി തുറക്കും. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കില്ല. ശക്തിയുടെ വാതുറന്ന് കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ നന്മയുടെ ഒരു വാതിലടയുമ്പോൾ അപ്പുറത്തൊരു വാതിൽ ദൈവം തുറന്നിരിക്കും. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കില്ല. ജീവിതത്തിൻ്റെ ഇരുൾ മൂടിയ വേളയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. യാക്കോബ് ദർശനം കാണുകയാണ്. ഞാൻ കൂടെ പറയും, ഈ ജീവിതയാത്ര രാത്രിയുണ്ടാകുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടുത്തലുകൾ നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിന്മേൽ നിൽക്കുക, കരയാൻ തുടങ്ങുക. മേലാൾ സംഭവിപ്പാനുള്ള ദൈവം നിന്നെ അറിയിക്കും. നിന്റെ കുടുംബത്തിനുള്ള ദൂത്, നിന്റെ ദേശത്തിനുള്ള ദൂത്, നിന്റെ സഭയ്ക്കുള്ള ദൂത് ദൈവം നിന്റെ കയ്യിൽ തരും. കഷ്ടതയിൽ ദർശനമേറ്റു വാങ്ങുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബ് അതിനു മുമ്പ് പ്രാർത്ഥിച്ചതായി ബൈബിളിലില്ല. എന്നാൽ അന്നവൻ്റെ കണ്ണ് മേലോട്ടുയർന്നു. ബൈബിൾ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദിലെ, നീ എവിടെ വച്ച് കരഞ്ഞാലും അവിടെ ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. നീ എവിടെ വച്ച് പ്രാർത്ഥിച്ചാലും അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. മഹാസമുദ്ര അടിത്തട്ടിൽ കിടന്ന് പ്രാർത്ഥിച്ചാലും, കടലാനിയുടെ വയറ്റിൽ കിടന്ന് കരഞ്ഞാലും, ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? മെഡിക്കൽ കോളേജിൻ്റെ ICU വാർഡിൽ കിടന്ന് കരഞ്ഞാലും, ഹല്ലേലൂയ. ആംബുലൻസ് വെച്ച് നിലവിളിച്ചാലും ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ശക്തിയോടെ കൈകളടി ശല്യഭാഷ ദൈവത്തെ സ്തുതിക്കൂ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന് യാക്കോബിനെ തനിയെ കിട്ടണമായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് യാക്കോബിനെ തനിയെ കിട്ടണമായിരുന്നു. ദൈവവും യാക്കോബുമായി മുഖാമുഖം കണ്ടൊരു വേളയാണ് ഈ വേള, ഈ സ്ഥലം. അതായത് കല്ല് തലയണയായി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വരെ അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം, കരയാത്തവനെ കരയാക്കാൻ ദൈവത്തിനറിയാം, മേളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ തനിയെ ഇരുന്ന് കരയേണ്ടി വരും. ഇന്ന് നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലി കരയേണ്ടി വരും. എന്നാൽ നീ കരയുന്ന ദൈവവൈതലെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെങ്കിൽ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ ഒക്കാതെയാകുമ്പോൾ, നീ ആയുസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്കായി പ്രാർത്ഥിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കും. പോരാ, ശക്തിയോടെ സ്തോത്രം പറയൂ. ദാനിയേൽ കരയുന്നവനായിരുന്നു, ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ്റെ ഭാരമേറിയ വിഷയത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരാ. എന്നാൽ അവരെ അവിടെ കാണുന്നില്ല. എന്നാൽ ആ രാത്രിയിൽ ദൈവം ഒരാളെ ഒരുക്കി, രാജ്യം ഭരിക്കുന്ന രാജാവിനെ ദൈവം ഒരുക്കി ദാനിയേലിന് വേണ്ടി കരയാൻ. ഒന്നുകൂടെ പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് കരയാൻ കഴിയാതെ വരുമ്പോൾ, നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്കായി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ യാക്കോബ് ദർശനം കാണുകയാണ്. എന്താണ് യാക്കോബ് കണ്ട ദർശനം? ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എനിക്കാരുമില്ലെന്ന് തോന്നിയപ്പോൾ അവനെ സംരക്ഷിപ്പാൻ സന്നദ്ധരായി നിൽക്കുന്ന ദൂതസംഘത്തെ ദൈവം അവനെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ പണത്തിനും നമ്മുടെ സ്വാധീനതയ്ക്കും നമ്മുടെ പിടിപാടിനുമൊന്നും നമ്മളെ സഹായിക്കാൻ കഴിയാത്തൊരു രംഗത്ത് നമ്മളെത്തും. ഞാനിത് വായിക്കുമ്പോൾ യാക്കോബിന് എല്ലാ ആലോചനയും പറഞ്ഞു കൊടുത്തത് അമ്മയാണ്. ഈ അമ്മയ്ക്ക് അവനെ ഇപ്പം സഹായിക്കാൻ കഴിയില്ല.
അപ്പനവനെ സഹായിക്കാൻ കഴിയില്ല. അവൻ്റെ ചേട്ടൻ ശത്രുവാ, എങ്കിൽ പോലും അവനെ സഹായിപ്പാൻ കഴിയില്ല. ആർക്കും സഹായിപ്പാൻ കഴിയാത്ത രംഗത്ത് നമ്മെ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് യാക്കോവിൻ്റെ ദൈവം. എനിക്കറിയാവുന്നൊരു അമ്മാമയുണ്ട്. അവർ ടീച്ചറായിരുന്നു. അവിടെ ഭർത്താവ് 40 വർഷം സൗദി അരാംകോ കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ്. 3 മക്കൾ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അവർ രാവിലെ സ്കൂളിൽ പോകാനായി ഇറങ്ങി ജംഗ്ഷനിൽ നിൽക്കുമ്പം പാറ കയറ്റി വന്നൊരു ലോറി ആ ഭിത്തിയോട് ചേർത്തവരെ അമക്കിയിട്ടിട്ട് പോയി. 2 കാല് ഒടിഞ്ഞു, രക്തം വാർന്ന് അവിടെ കിടക്കുമ്പോൾ പുറകെ വന്ന ഒരു വണ്ടിക്കാരന്ന് ദയ തോന്നി അവരെ എടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. എന്നിട്ട് അവർ പോയി. അവർ പറഞ്ഞേക്കണോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കട്ടിലിൽ അവർ രക്തം വാർന്ന് കിടുകിർത്തുകൊണ്ട് കിടക്കുകയാണ്. വിറച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവിടെ ദേഹത്തിടാനൊരു പുതപ്പില്ല. ആ ബെഡിലപ്പുറത്ത് കിടന്ന ഒരു മാച്ചി, ഒരു മുസ്ലിം സ്ത്രീ, അവരുടെ മുറുക്കാൻപുറ കറപ്പുരണ്ട തോർത്തെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ആ തോർത്തെടുത്ത് അവർ പുതച്ചു. അവർ പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ അലമാരി മുഴുവൻ പേർഷ്യൻ നിന്ന് കൊണ്ടുവന്ന പുതപ്പുകളാണ്, അട്ടി അടുക്കിയിരിപ്പുണ്ട്. പിള്ളേർ കൊണ്ടുവന്ന് അപ്പുറത്തിരിപ്പുണ്ട്. പക്ഷെ എൻ്റെ വേദനയിൽ ഞാൻ വിറച്ച് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് സഹായമായത് ആ ഉമ്മാച്ചിയുടെ തോർത്ത, ഒറ്റ തോർത്ത. ഇത്രയേ ഉള്ളൂ. ഒന്ന് കണ്ട് നമുക്ക് അഹങ്കരിക്കാനില്ല. നമ്മളാകുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയും. വഴിയെ പോകുന്ന കാക്കയെ കൊണ്ടുപോലും ചിലപ്പോൾ നമുക്ക് ഉപകാരം വരും. ഞാനൊന്നുകൂടെ പറയാം, എല്ലാ കുഞ്ഞുങ്ങളും ഉള്ളിൽ എഴുതിക്കോണം. നമ്മുടെ പണത്തിനും നമ്മുടെ സ്വാധീനതയ്ക്കും നമ്മുടെ പിടിപാടിനും ഒന്നും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ഒരു രംഗത്ത് നമ്മളെത്തും. അവിടെ ഇറങ്ങി വരുന്നൊരു കരമാണ് യാഹിൻ്റെ കരം. ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, പാസ്റ്ററേ, മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ നിങ്ങളെപ്പോഴും ഓർത്തോണം. ഞാൻ കൂടെ കൂടി പറയും, 2 കാലയിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ സകല അധികാരവും. ഈ 2 കാലം നിൽക്കും, താഴെ വീണ എല്ലാം പോയി, സെൻട്രൽ പാസ് സ്ഥാനവും പോയി, എല്ലാ അധികാരവും പോയി. ഞാൻ 2-3 വീണു. മൊബൈൽ വേറൊരുടെ കയ്യിലാവും. നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരല്ലേ. ബൈസ്റ്റാൻഡർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ കയറ്റൂ കാശ് അങ്ങോട്ട് വാങ്ങാൻ. നമ്മൾ ഈ 2 കാലേ നിൽക്കുമ്പോഴേ ഉള്ളൂ എല്ലാ അധികാരവും. അതുകൊണ്ട് ഈ 2 കാലേ നിൽക്കുമ്പം ദൈവത്തിന് മഹത്വം കൊടുത്തോണം. മറിഞ്ഞു വീണാ പോയി. ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ യാക്കോബ് ദർശനം കാണുകയാണ്. വേഗത്തിൽ പറഞ്ഞു വിടണമല്ലോ. എന്താ അവൻ കണ്ട ദർശനം? ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്നൊരു ഗോവേണി, അതിൻ്റെ സ്ഥല സ്വർഗത്തോളം എത്തുന്നു. ദൈവത്തിന് ഉദമാതിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. അതിമീതെ യഹോവ അവനോട് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്. ചേർന്ന് പഠിക്കേ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരാമില്ലെന്നോതിടും തന്മാവിലും ചേർത്തി, സാരാമില്ലെന്നോതിടും തന്മാവിലെന്നെ ചേർത്തി. നമ്മളെ പാട്ട് നന്നായി ഇവിടെ ദൈവമക്കൾ നല്ലൊരു ഗായകസംഗമുണ്ട്. കർത്താവിൻ്റെ ദാസനും ദൈവകൃപ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ പാട്ട് പാടില്ല, ലയിക്കണം. അർത്ഥം പറഞ്ഞ് പാടും. ഞാൻ ഈ പാട്ട് പറയുമ്പോഴൊക്കെ നീ എത്ര തവണ വേദനപ്പെട്ടപ്പം കർത്താവ് അരികെ വന്നിട്ടുണ്ട്. എൻ്റെ അരികെ കർത്താവ് വന്നെന്ന് വിശ്വാസമുള്ളൊരു കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു. ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ കൊച്ചുങ്ങൾ തമ്മി വഴക്കുണ്ടാകുമ്പോൾ ഇവിടെയിരിക്കുന്നൊക്കെ അമ്മമാരല്ലേ. കൊച്ചുങ്ങൾ തമ്മി വഴക്കുണ്ടാകുമ്പോൾ ഒരുത്തിനൊരുത്തിനെ അടിക്കുകയോ ഒരുത്തിയെ തല്ലുകയോ പിച്ചുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കരയുമ്പോൾ അമ്മ വന്ന് മാറോട് ചേർത്ത് വെച്ചിട്ട് ഒരു ഉമ്മയെ കൊടുത്തിട്ട് കണ്ണുനീരടച്ച് സാരമില്ല മോളെ എന്ന് പറയില്ലേ. സാരമില്ല, അത്രയും മതി അവർക്ക്. സാരമില്ല, സാരമില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ അപ്പനടുത്തില്ലാതെ, അമ്മയടുത്തില്ലാതെ, ആരും നിൻ്റെ അരികിലില്ലാതെ,
നീ കരഞ്ഞ എത്രയോ വേളകളിൽ കർത്താവ് നിന്റെ അരികിൽ വന്ന് നിന്നെ മാർവോട് ചേർത്ത് കൈകൊണ്ട് കണ്ണുനീർ തുടച്ച് സാരമില്ലെന്ന് പറഞ്ഞില്ലേ? ഭാരമുള്ളിൽ നേരിടും പടികെ നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരമെല്ലാം കൈയടിച്ച് പാടികെ ശക്തിയോടെ. സാരാമില്ലെന്നോയിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരാമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ജീവിതത്തിന്റെ ഏകാന്തത്തിൽ ഒരു ദർശനം കാണുകയാണ്. അതിന്മീതെ നിന്ന്, ഇനി വായിച്ച സിസ്റ്റർ, അതിന്മീതെ നിന്നുകൊണ്ട് യഹോവ അവനോട് അരുളി ചെയ്ത് വായിക്കാം. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരുന്ന കേട്ടോ. ഇസ്ഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. ദൈവം തമ്പുരാൻ ഇസ്ഹാക്കിന് അവനെ പരിചയപ്പെടുത്തുകയാണ് ആദ്യമായി. യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഞാൻ ആരാണ് നിനക്കറിയാമോ? ഞാൻ നിന്റെ വല്യപ്പച്ചനായ അബ്രഹാമിന്റെ ദൈവമാണ്. നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഞാൻ ആരെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്റെ പപ്പയുടെ ദൈവമാ. ഞാൻ നിന്റെയും ദൈവമാ. യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഒന്നുമില്ലായ്മയിൽ നിന്ന് കൽദയപട്ടണമായി ഊരിൽ നിന്ന് നിന്റെ വല്യപ്പച്ചനായ അബ്രഹാമിനെ വിളിച്ചിറക്കിയവൻ ഞാനാണ്. അവന് വേണ്ടതെല്ലാം നൽകി ആദരിച്ചവൻ ഞാനാണ്. ഞാൻ നിന്റെയും ദൈവമാണ്. യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ. മോറിയായുടെ ഉന്നതിയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ഒരു യാഗവസ്തുവായി കിടന്ന അവസ്ഥയിൽ നിന്റെ അപ്പനായ ഇസഹാക്കിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവൻ ഞാനാണ്. ഞാൻ നിന്റെയും ദൈവമാണ്. കൈയടിച്ചു പറ, വാതുറന്ന് പറ, ഹോ ഷറഖനിയ, എൻ്റെ അപ്പൻ്റെ ദൈവം, എൻ്റെ വല്യപ്പൻ്റെ ദൈവം, എൻ്റെ ദൈവം എന്ന് പറ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഞങ്ങളുടെ ദൈവം. അവരെ നടത്തിയവൻ എന്നെ നടത്താൻ ശക്തൻ. ഇതൊരു വലിയ മർമ്മമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ പറയാം. 2 തിമോത്തി ചാപ്റ്റർ 1:5. 2 തിമോത്തിയോസ് 1-ാം 5-ാം വാക്യം. 2 തിമോത്തിയോസ് 1:5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരുന്നു. കൈ ഉയർത്തിയ ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. മകനെ തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ്, മകനെ തിമോത്തിയോസേ, നിന്റെ വല്യമ്മച്ചി എനിക്കറിയാം. വല്യമ്മച്ചി ദൈവകൃപയുള്ളവളായിരുന്നു. നിന്റെ മമ്മി എനിക്കറിയാം. നിന്റെ മമ്മി ദൈവകൃപയുള്ളവളായിരുന്നു. ആ കൃപ ഞാൻ നിന്നിലും കാണുന്നു. യാക്കോബിനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? വല്യപ്പച്ചനായ അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, നിന്റെയും ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തിമോത്തിയോസ് യവനനാണ്. അവൻ്റെ അപ്പൻ യവനനാ, അമ്മ യഹൂദശ്രീയ. അതുകൊണ്ട് തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞു, മോനെ തിമോത്തിയോസേ, നിൻ്റെ വല്യമ്മച്ചി എനിക്കറിയാം. നിൻ്റെ വല്യമ്മച്ചി കരയുന്നവളായിരുന്നു. നിൻ്റെ വല്യമ്മച്ചി കൃപയുള്ളവളായിരുന്നു. നിൻ്റെ മമ്മി കൃപയുള്ളവളായിരുന്നു. ആ കൃപ ഞാൻ നിന്നിലും കാണുന്നു. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? ഇത്ര ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളില്ലേ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അവർ പറയണം, എൻ്റെ വലിയ പപ്പായുടെ ദൈവം, എൻ്റെ പപ്പയുടെ ദൈവം എൻ്റെ ദൈവം, എൻ്റെ വലിയ മമ്മിയുടെ ദൈവം, എൻ്റെ അമ്മച്ചിയുടെ ദൈവം, എൻ്റെ മമ്മിയുടെ ദൈവം എൻ്റെ ദൈവം. കൈയടിച്ച ശക്തിയുടെ സഹോദരൻ പറ, നമ്മുടെ തലമുറ പറയണം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എൻ്റെ ദൈവം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളിപ്പോൾ ഇത് കേൾക്കാറുണ്ടെങ്കിലും ഒന്നുകൂടെ പറഞ്ഞ് ഉറപ്പിക്കുക. എന്തെന്നറിയാമോ? 10 വർഷം കഴിഞ്ഞ് ഈ ഇരിക്കുന്ന മക്കൾ നമ്മോടുകൂടെ ദൈവത്തെ സേവിപ്പാനുണ്ടെങ്കിൽ നിങ്ങളുടെ ബഹ്റിൻ രക്ഷപ്പെട്ടു, നിങ്ങളുടെ കുവൈറ്റ് രക്ഷപ്പെട്ടു, നിങ്ങളുടെ ലണ്ടൻ രക്ഷപ്പെട്ടു, നിങ്ങളുടെ ന്യൂയോർക്ക് രക്ഷപ്പെട്ടു. 10 വർഷം കഴിഞ്ഞ് നിൻ്റെ തലമുറ നിന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കാനില്ലെങ്കിൽ നിൻ്റെ ബഹ്റിൻ വട്ടപൂജ്യം, നിന്റെ UK വട്ടപൂജ്യം, നിന്റെ കാനഡ വട്ടപൂജ്യം. കാരണം ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നമ്മുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, നമ്മുടെ കാറിൻ്റെ വിലയല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നാം സേവിച്ച ദൈവത്തെ നമ്മുടെ തലമുറ സേവിക്കുന്നതാണ്. നാം എടുത്ത വിശുദ്ധ വേദപുസ്തകം നമ്മുടെ സന്താനം എടുക്കുന്നതാണ്. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും?
നിങ്ങളുടെ മക്കൾ ഡോക്ടർ ആകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക, എഞ്ചിനീയർ ആകുമ്പോൾ സ്തുതിക്കുക, സയൻറ്റിസ്റ്റ് ആകുമ്പോൾ സ്തോത്രം പറയുക. എന്നാൽ തുടിക്കുന്ന ഹൃദയത്തോട്, തുളുമ്പുന്ന കണ്ണുകളോട് ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴെന്നറിയാമോ? നീ ആരാധിക്കുന്ന ഹോളിൽ നിൻ്റെ മുമ്പിൽ നിൻ്റെ കുഞ്ഞ് വന്ന് മുട്ടിന്മേൽ നിന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന കാണുമ്പോൾ നിൻ്റെ കണ്ണുകൾ നിറഞ്ഞ കവിഞ്ഞൊഴുകണം സഹോദര. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്, ഏറ്റവും വലിയ ശ്രേഷ്ഠത അതാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പ്രശ്നം പറഞ്ഞു, എന്താ ഞാൻ യെശയ്യാ 59:21 ഞാൻ എല്ലാവരും ഒന്ന് തുറന്നേ, നിങ്ങൾ തുറന്നേ എല്ലാവരും യെശയ്യാ ബൈബിൾ തുറന്നേ. യെശയ്യാ 59:21 വാക്യം, യെശയ്യാ ചാപ്റ്റർ 59:21, 59:21. ഞാനിവിടെ ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്നതിൻ്റെ വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നെഞ്ചിന് കൈവച്ച് കൈ സ്വർഗത്തോട്ട് ഉയർത്തി കരയണം. കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീതത വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. ശക്തിയോടെ കരമടിച്ച് പറഞ്ഞാട്ട്, ശക്തിയോടെ ആരാധിച്ചോട് പറ, കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീതത വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നിന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടു മാറുന്നു. നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം, നിൻ്റെ വായിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറ ദൈവത്തിൻ്റെ നിൽക്കണം. ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട്, നിങ്ങൾക്കൊക്കെ അടുത്ത സ്ഥലത്ത് അറിയാം, അവിടെ എല്ലാം പള്ളികൾ, കുഞ്ഞു സ്ഥലത്ത് പോലും നല്ല പള്ളികൾ. പക്ഷേ ആ പള്ളികൾ നോക്കാൻ ആളില്ല, അവിടെ ആരാധിക്കാൻ ആളില്ല. മുസ്ലിംസ് വാങ്ങി അവരുടെ മോസ്കാക്കി മാറ്റുന്നു, പബ്ബുകളാണ്. ഇവാൻ റോബർട്ട്സിൻ്റെ ഉണർവ് നടന്ന ആ പള്ളി ഇപ്പം പബ്ബാണ്, ചാരായ ഷാപ്പാണ്, ക്ലബ്ബുകളാണ്. കാരണം ഒറ്റ ചെറുപ്പക്കാർ പള്ളിയിൽ പോകുന്നില്ല. ഞാൻ പറയുന്നൊരു മർമ്മം നിങ്ങൾ കേട്ടുകൊണ്ട് വേണം പോകാൻ. അതിപ്പം ഇത് ലൈവ് പോകുന്നുണ്ട്, അവിടെ കൊണ്ട് പറഞ്ഞിട്ട് വന്ന കാര്യമാണ്. അതായത് നമ്മുടെ ആളുകളൊക്കെ ഇവിടുന്ന് പോവുകയാണ് ഗൾഫിൽ. ഇവിടെ ദൈവകൃപയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിച്ചു, മലയാളം അറിയാം, ദൈവകൃപ വളർന്നു. ലോകത്തെങ്ങും ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് അഭിമാനമുണ്ട്. ഇവിടുന്ന് പോയ അവിടെ നിന്നാണ് പലയിടങ്ങളിലും ആരാധനയ്ക്ക് ലീഡർഷിപ്പ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പം ഈ സ്ലോട്ട് വെട്ടുക എന്ന് പറയും. എന്തിനാ? റബ്ബറിന് അവസാന വെട്ട. ഇപ്പം പഠിക്കാൻ പോയി UK എന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്ന് ഞാൻ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്, പലരും കല്യാണം നടന്നുണ്ട്. അതങ്ങോട്ട് പോയി പിന്നെ ജനിക്കുന്ന എവിടാ? അവിടെ. അവർ സിറ്റിസൺ അവിടുന്ന്. മലയാളം പറയുമോ? തിരിച്ചു വരുമോ? നമുക്ക് സ്വപ്നത്തിൽ ഒരു കല്യാണം ഇനി നടത്താൻ നോക്കുമോ? മൊത്തം പോക്കാ. അതെല്ലാം പോയി. ഇങ്ങോട്ട് നോക്കണ്ട, ഇവിടെ ആയിരുന്നപ്പം പ്രതീക്ഷിക്കുക അങ്ങോട്ടൊന്ന് വരുമെന്ന്. അപ്പം പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നീ ഇറങ്ങി എന്നാത്തിനാ? എവിടെത്താനാ? നിത്യതയിലെത്താനാ. നിന്റെ തലമുറ എവിടെ എത്തുമോ? ദൈവത്തിൽ നിൽക്കുമ്പോൾ ഇതാ ഞാനും എനിക്ക് തന്ന കുഞ്ഞുങ്ങളെന്നും പറഞ്ഞ് അവിടെ നിൽക്കണം. ഞാൻ പറയുന്നില്ലേ, ഇത് ജൈവമല്ലേ? നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഒരു വീടിനാണോ പാട്? ഒരു ജോലിക്കാണോ പാട്? ഒരു കാറിനാണോ? പിന്നെ പോയവരൊക്കെ എന്തിനാ പോയേ? നിങ്ങളിവിടെ വന്ന് എന്തിനാ? മക്കളുടെ ബെറ്റർ ഭാവി അല്ലേ? പോകുന്നവരൊക്കെ പോകുന്നത് എന്താ പറഞ്ഞാൽ നല്ലൊരു വിദ്യാഭ്യാസം, നല്ല ജോലി. വിദ്യാഭ്യാസം കിട്ടും, ജോലി കിട്ടും. പക്ഷേ ദൈവകൃപയെ കാണുമോ മക്കൾ? കാണണം. അതിന് വില കൊടുക്കണം, അതിന് കരയണം, അതിന് പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയും, ദാരിദ്ര്യം കൊണ്ട് ആരും കൃപ വിട്ടു പോയിട്ടില്ല. പക്ഷെ സകലത്തിൻ്റെയും സമൃദ്ധി ഹേതുവായി പലരും കൃപ വിട്ടു പോയിട്ടുണ്ട്. പട്ടിണി കൊണ്ട് ആരും യേശുവിനെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. പക്ഷെ സമൃദ്ധി പലരെയും ദൈവത്തെ വേണ്ടാന്ന് വെച്ചു. ദൈവസന്നിധിയിൽ നമ്മുടെ തലമുറ കാണണം. ഇതാ ഞാനും എനിക്കെന്ന് മക്കളൊന്ന് പറഞ്ഞ് നിൽക്കണം. യാക്കോബിനോട് ദൈവം പറഞ്ഞു എന്തെന്നറിയാമോ? ഞാൻ നിൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവം, ഞാൻ നിൻ്റെ അപ്പൻ്റെ ദൈവം, ഞാൻ നിൻ്റെയും ദൈവം. കൈ ഉയർത്തി ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയാം. എന്നിട്ട് ദൈവം തമ്പുരാൻ സംസാരിച്ചു. വായിച്ചു, അടുത്ത വാക്യം വായിച്ചേ. ദൈവം തമ്പുരാൻ അവനോട് കവനന്റ് ചെയ്യുകയാണ്. ജേക്കബിക് കവനന്റ് എന്നാണ് പറയുന്നത്. യാക്കോബുമായുള്ള ഉടമ്പടിയാണ്, ദൈവത്തിൻ്റെ ഉടമ്പടി. അബ്രഹാമിന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഓരോരുത്തരോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. യാക്കോബിനോട് ഇത് ഉടമ്പടിയാണ്. പെട്ടെന്ന് വായിച്ചു സിസ്റ്ററെ. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് തന്നെ നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. 4 കാര്യങ്ങൾ ദൈവം യാക്കോബിനോട് പറഞ്ഞു. ഒന്ന്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഡിവൈൻ ബ്ലെസ്സിങ് പറഞ്ഞാട്ട്
ഡിവൈൻ ബ്ലെസ്സിങ്. 2, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഡിവൈൻ പ്രസൻസ്. 3, ഞാൻ നിന്നെ സൂക്ഷിക്കും, ഡിവൈൻ പ്രൊട്ടക്ഷൻ. 4, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറും, കൈവിടാതെ നിവർത്തിക്കും. ഒന്നുകൂടെ ഞാൻ വർത്തിക്കാം, നിങ്ങൾ ഒന്നിച്ച് എന്നോട് പറയുക. 1, ഡിവൈൻ ബ്ലെസ്സിങ് പറഞ്ഞിട്ട്. 2, ഡിവൈൻ പ്രൊട്ടക്ഷൻ. 3, ഡിവൈൻ പ്രോമിസ്. 4, ഡിവൈൻ പ്രസൻസ്. നീ ഒരു ദൈവ പൈതലെങ്കിൽ ഈ 4 വാഗ്ദത്തം നിനക്കുള്ളതാണ്. 1, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറ. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെന്ന് പറ. ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കുണ്ടെന്ന് പറ. ദൈവിക വാഗ്ദത്തങ്ങൾ എൻ്റെ മേലുണ്ടെന്ന് പറ. കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ. ഓ ഡിമാഷോറിയാം ധുന. എല്ലാവരും ദൈവത്തെ സൂക്ഷിച്ച മക്കളെ, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാ, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. ദൈവത്തിന്റെ സാന്നിധ്യം നിനക്കുണ്ട്, ദൈവിക പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്, ദൈവിക വാഗ്ദത്തം നിന്റെ മേലുണ്ട്. ദൈവം തമ്പുരാൻ പറഞ്ഞു, 1, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞേ, നീ കിഴക്കോട്ട് ഞാൻ നിനക്ക് ഈ കിടക്കുന്നിടത്ത് 5 സെൻറ്റ് സ്ഥലം കുടിയടപ്പായി തരുമെന്നാണോ? നീ കിഴക്കോട്ട് നോക്ക്, നീ പടിഞ്ഞാറോട്ട് നോക്ക്, നീ തെക്കോട്ട് നോക്ക്, നീ വടക്കോട്ട് നോക്ക്, ഇവയെല്ലാം ഞാൻ നിനക്ക് അവകാശമായി തരും. പ്രൈസ് ദി ലോർഡ്. ദൈവിക അനുഗ്രഹം മാനുഷിക അനുഗ്രഹം പോലെയല്ല. ദൈവം അനുഗ്രഹിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കുന്ന പോലല്ല. മനുഷ്യൻ പൊക്കുന്നത് ക്രെയിൻ കൊണ്ട് പൊക്കുന്ന പോലെ ആകാശത്തോളം പൊക്കും, അടുത്ത നിമിഷം താഴെയിടും. എന്നാൽ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ ഒരു സ്ഥാനത്താകാതെ അവൻ കൈവലിക്കില്ല. ദൈവം നിന്റെ തലമുറ ഉയർത്താൻ തുടങ്ങിയാൽ മനുഷ്യൻ കണ്ട അത്ഭുതം കുറുമാറ്. ഹല്ലേലൂയ. കുടുംബക്കാർ കണ്ട അതിശയം കുറുമാറ്, ദേശക്കാർ കണ്ട അതിശയിക്കുമാറ് ദൈവം നിന്നെ ഉയർത്തും. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ മതിയെന്നു പറയുന്നിടത്ത് തരാൻ ദൈവശക്തനാണ്. ആത്മാക്കളെ ചോദിച്ചാലും അങ്ങനെ, ആത്മാവിനെ ചോദിച്ചാലും അങ്ങനെ. കർത്താവേ മതി, കർത്താവേ മതി, ഇത് മൺപാത്രമാണ്, ഇനിയും പകർന്നാൽ പൊടിഞ്ഞു പോകുന്നു പറയത്തക്കവണ്ണം തരാൻ കർത്താവിൻ്റെ പക്കലുണ്ട്.